തീരുമാനം ഇതോ സാറെ മോശമാണ് പോലീസ് യൂണിഫോം അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പരീക്ഷ എഴുതാൻ സൗകര്യം കൊടുക്കണം. അത് ഇന്നത്തെ പരീക്ഷ നിങ്ങൾ മാറ്റിവെച്ചിട്ടാലും അത് ചെയ്യണം. നമ്മൾ പറയുന്ന ഒരേ ഒറ്റ ഡിമാൻഡ് അതേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വിടില്ല. അത് അസംഖ്യമായി പറഞ്ഞു. അല്ലാതെ അപേക്ഷിച്ച ഒരു വിഭാഗത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരെ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ മാത്രം വിളിച്ച് പരീക്ഷ നടത്തി മുന്നോട്ട് പോകാൻ വിടില്ല. നിങ്ങൾക്ക് പരിചയം കുറവുണ്ട്. നിങ്ങൾക്ക് CPM ഓഫീസിൽ അവിടെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് CPM ഓഫീസിൽ നിങ്ങൾക്ക് അറിയാം. കോൺഗ്രസ് ഈ പരമപുച്ചിലെ DC ജനറൽ സെക്രട്ടറി അറിയില്ല, MLA അറിയാം, MLA അറിയാം. കണ്ണൂർ MLA അറിയോ? അടിച്ചിന്റെ പല്ലേക്ക് അടിച്ചിന്റെ പല്ലേക്ക് പോകില്ല. സംസാരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞത് എല്ലാവർക്കും, അതായത് അപേക്ഷ സമർപ്പിച്ച മുഴുവൻ ആളുകൾക്കും രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നിട്ടാണ് പരീക്ഷ എന്നാ പറഞ്ഞത്. ഇവിടെ എനിക്ക് കിട്ടിയ പരാതി അപേക്ഷ എല്ലാവർക്കും ഇല്ല, സെലക്ട് ചെയ്യാൻ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞത് അതല്ല എന്ന് ഇവർ പറയുന്നു. ഞാനിവിടെ ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ പറഞ്ഞത് ഹോൾ ടിക്കറ്റ് എടുക്കാതെയാണ് വന്നത്. ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വന്ന ഇയാൾ പുറത്താണ്. ഞാൻ ഉള്ളിൽ കയറി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സഹപ്രവർത്തകൻ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടില്ല സാറേ സെക്രട്ടറിയോട്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞാൻ വർത്താനം പറഞ്ഞു. സെക്രട്ടറി എക്സാം കൺട്രോൾ അപ്പൊ ഞാൻ ഇടപെട്ടു. ഞാൻ സാർ എക്സാം വന്നിടത്തേക്ക് അടിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞത് അങ്ങനെയാടാ എന്റെ പല്ലേക്കും നീ അങ്ങനെ ആക്കും. അപ്പൊ ഡോറ് കൂട്ടി ഷട്ടറടിച്ച് അന്നെ അടിക്കാൻ വേണ്ടിട്ട്. അന്നേരാണ് ഇവരൊക്കെ കയറി വന്നത്. നിങ്ങൾ പോലീസിന്റെ സൊസൈറ്റി, നിങ്ങൾ പോലീസുകാരാണ്. ആ ജോലി ഇല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇതാ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ പോലീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഗുണ്ടകളായ പോലീസായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഓരോ ആള്. ഇപ്പൊ ഇവിടെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇരിക്കുന്നവർ പോരാടുന്നു എന്ന് പറയുന്നത് ആ സംസ്കാരം നിങ്ങളിപ്പോ അതിനൊക്കെ ന്യായീകരിക്കാൻ നമുക്കത് ന്യായീകരിക്കും. നമുക്കത് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ നമുക്ക് ഒരേ സമയം ഇങ്ങനെ കൂടിയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പ്രശ്നം പരിഹരിക്കണല്ലോ. പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ DCC ജനറൽ സെക്രട്ടറിയും MLA സാറും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം, സംസാരിക്കാം. ബാക്കിയുള്ള എല്ലാ ആളുകളും തൽക്കാലത്തേക്ക് പുറത്തു പോകണം. നമുക്കിപ്പോ അതിനകത്ത് നമുക്ക് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിയമപരമായിട്ട് എന്താണോ ഈ സ്ഥാപനത്തിന്റെ നടത്തുന്നത് ആ നിയമം പറയുന്ന എല്ലാ ആളുകളോടും ഇവിടെ വരുന്ന പരാതികൾക്ക് നമ്മൾ യുവജനങ്ങളാണല്ലോ. ആ യുവജനങ്ങൾക്ക് പറയട്ടെ, ഒരുപാട് പറയാം. ഇതൊരു കാര്യമേ പറഞ്ഞു. നിങ്ങളുടെ സെലക്ഷന്റെ പ്രൊസീജിയറൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ നിങ്ങൾ അപേക്ഷ വിളിച്ചാണ് ഈ പരീക്ഷ നടത്തുന്നത്.
അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പരീക്ഷ എഴുതാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ പരാതിയുണ്ട്, ഇന്നത്തെ ദിവസം ഈ പരാതി ഈ ഇന്നത്തെ എക്സാം അത് റദ്ദ് ചെയ്യുക തന്നെ വേണം. അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ പരാതി ഔദ്യോഗികമായിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവർക്കെതിരെ പരാതി ഇവർക്കാണ് കൊടുക്കുക, ജയറിനല്ലേ കൊടുക്കുക? എന്താണ് പറയുന്നത്? അതായത് പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പരാതി ജസ്റ്റ് പരാതി പറഞ്ഞവരോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 54 പ്യൂൺ അപേക്ഷകൾ ലഭിച്ചതിൽ 54 പേർക്ക് നമ്മൾ ഹാൾ ടിക്കറ്റ് അയച്ചു. അതിൽ 54 പേരും വന്ന് പരീക്ഷ എഴുതുമ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടാത്ത 1-2 ആളുകൾ പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ 54 ഉദ്യോഗാർത്ഥികളോടാണ് നമ്മൾ പരാതി കോപ്പി പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പരീക്ഷ നിർദ്ദേശം തരണം, അല്ലെങ്കിൽ സെക്രട്ടറിക്ക് പിന്നെ നമ്മൾ ക്യാമറ ഇല്ലേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യില്ല, അത് നിങ്ങൾ മനസ്സിലായിക്കോ. നേരിട്ട് സംസാരിക്കാം. നമ്മളിപ്പോഴേ അവര് സംസാരിക്കില്ല, അവര് സംസാരിക്കില്ല, അല്ല അവര് സംസാരിക്കില്ല, സംസാരിക്കില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, കണ്ണൂരിന്റെ നിയുക്ത MLA ഇവിടെ വന്നേരം വാതിലടച്ചിട്ടില്ലേ? ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾ ഇടപാടുകാരെ ഉൾപ്പെടെ മുകളിൽ നിർത്തിയിട്ട് നിങ്ങൾ പൂട്ടിട്ടിട്ട് എന്നെ കണ്ടപ്പോ പൂട്ടും കൊണ്ട് താക്കോലും കൊണ്ട് ഓടുന്നത് ഞാൻ കണ്ട. പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് ഓടുന്നത് ഞാൻ എല്ലാവരും അതിക്രമിച്ചില്ല. അപ്പൊ തന്നെ തുറക്കാൻ ഏർപ്പാടാക്കി. MLA എത്തിയെന്ന് അറിഞ്ഞ ആ സമയം തന്നെ തുറക്കാൻ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞ അത് ചർച്ചയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്താൽ തീരുന്നതാണോ? ഇത് നിയമപരമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യം ഇതാണ്. ഇതിനകത്ത് അപേക്ഷ നിങ്ങൾ ഈ പറഞ്ഞ 54 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ അപേക്ഷ കൊടുത്തിട്ടും ഇന്റർവ്യൂവിന് ഇത് കാർഡ് കിട്ടാത്തവരുണ്ട്, അതുപോലെ തന്നെ കിട്ടിയിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റാത്തവരുണ്ട്. എങ്ങനെയാ സോൾവ് ചെയ്യും? കിട്ടിയിട്ട് കയറാൻ പറ്റാത്ത അത് ഇല്ലാത്ത കാര്യമാണ്. അടക്കം കൊടുത്തു. കോൾ ടിക്കറ്റ് ഇല്ലാത്ത ആളെ പുറത്താക്കുമ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത്. എങ്ങനെയാ കോളറിനെ പിടിച്ച് കോളർ പിടിച്ചിട്ട് നമ്മളല്ല പരീക്ഷ നടത്തുന്നത്. പരീക്ഷ നടത്താൻ ഒരു ഏജൻസി നമ്മളല്ലല്ലോ. പരീക്ഷ ഒരു ഏജൻസി കേൾപ്പിച്ച ഈ സമയത്ത് നമ്മളാരും നമ്മളൊന്നല്ല ഇത് നടത്തുന്നത്. ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ. അപ്പൊ നമ്മളൊന്നും ഇല്ലാത്ത എന്ത് ഭാഷ ഉപയോഗിക്കാൻ നമുക്കറിയാം. അവരെ വൈകാരികമായി പ്രതികരിക്കും. അത് നിങ്ങൾ പരിശോധിച്ചോ? വളരെ ബഹുമാനത്തോടെ ഒരു കാര്യം പറയാം. ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. ഈ പറയുന്ന ആളുകൾ ഇല്ലാതിരിക്കണം. കാരണം ഇവര് നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ തട്ടി ഒരു വിഷയം സംസാരിക്കുന്നില്ലല്ലോ. അതെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് നിയമപരമായി അപേക്ഷ കിട്ടിയ മുഴുവൻ ആളുകൾക്ക് നമ്മൾ ഹാൾ ടിക്കറ്റ് അയച്ചിട്ടുണ്ട്. നമ്മളെ മുമ്പിൽ ഒരു പരാതിയും ഇല്ല. ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ അപേക്ഷ തന്നിട്ട് ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല. നമ്മുടെ മുന്നിൽ ആര് പരാതിയും നമ്മുടെ മുമ്പിലില്ല. ഇനി ഏതെങ്കിലും ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ജെആറിന്റെ അടുത്ത് എവിടെയെങ്കിലും പരാതികളുണ്ട്, അവർ പരിശോധിക്കട്ടെ. അവർ പരിശോധിക്കട്ടെ, നിയമപരമായി പരിശോധിക്കട്ടെ സാർ. നിയമപരമല്ലാത്ത ഒരു കാര്യം ഈ സംഘത്തിൽ നടത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പരിശോധിക്കാം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം. ഇതിനകത്ത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ ഈ 13 ബോർഡ് മെമ്പർമാരുടെ മാത്രമല്ല 4000-ഓളം വരുന്ന പോലീസുകാരായ അംഗങ്ങളുടെ സ്ഥാപനം ഉത്തമ ബോധ്യമുള്ള ആളുകൾ നമ്മള്. അത് യാതൊരു സംശയം നമുക്കില്ല. നമ്മളിവിടെ എന്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിയമപരമായിട്ടും ന്യായപരമായിട്ടും നമ്മൾ ചെയ്യും. എല്ലാവരും ഒന്നും നമ്മൾ ചെയ്യില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഏത് ഏജൻസി വെച്ച് പരിശോധിച്ചോ, യാതൊരു തർക്കമില്ല. അത് യാതൊരു തർക്കവും നമുക്കില്ല. അന്വേഷിച്ചോളൂ. ആ, നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് പരീക്ഷ ഇവിടെ അപേക്ഷ അപേക്ഷ ആരും തന്നു അറിയില്ലല്ലോ. നമുക്ക് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് നിർദ്ദേശം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും.
ഇതിൽ അപേക്ഷ കൊടുത്ത സ്വീകരിച്ചതില് റെസീറ്റ് കൊടുത്തിട്ടില്ല. ഇവര് പരാതി കൊടുത്തവരില്ലേ? പരാതി സഹകരണ സ്ഥാപനത്തിന്റെ പക്ഷെ നിങ്ങൾ മുൻകൂട്ടി ഉണ്ടാക്കിയ ലിസ്റ്റാണ് നമ്മൾക്ക് കിട്ടാതെ ഏതെങ്കിലും നമ്മൾക്കാണ് പരാതിയുള്ളത്. അപേക്ഷ കൊടുക്കുമ്പോൾ റിസീറ്റ് കൊടുക്കാം സാർ ഒന്ന് പറഞ്ഞു കൊടുക്കും. അപേക്ഷ രജിസ്റ്റേർഡ് ആയിട്ടും സാധാരണ പരാതി അത് പരിശോധിക്കും.